ഈ റെമിറ്റൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ അവിടുന്ന് വരുന്ന എത്രയോ ദശലക്ഷം രൂപയാണ് ഇവിടെ വരുന്നത്. അത് കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമ്മീഡിയറ്റ് ഇമ്പാക്റ്റ് എന്തായിരിക്കും? ഇപ്പം നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും വരുമാനം നമ്മുടെ ഇതിലേക്ക് വരുന്നത് ഇവിടെ റീറ്റെയിലിംഗ് ആണ്. അതായത് വ്യാപാരവും കച്ചവടവും ഒരു കൺസ്യൂമർ ഒരു ഇക്കോണമിയാണല്ലോ നമ്മുടേത്. അതാണ് ഏറ്റവും കൂടുതലുള്ളത്. ആ പൈസ ഇത്രയും നന്നായിട്ട് ചിലവഴിക്കപ്പെടുകയും ഇവിടെ പർച്ചേസ് നടത്തുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ പിന്നിൽ ഈ റെമിറ്റൻസ് നല്ലൊരു നിർണായക ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ അത് ബാധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് നമ്മുടെ ടാക്സ് റവന്യൂവിനെ ബാധിക്കും. സെയിൽസ് കുറഞ്ഞു കഴിഞ്ഞാലുണ്ട്. അതൊന്നും റീറ്റെയിലിൻ്റെ കാര്യം ഞാനൊന്നും പറഞ്ഞു. രണ്ടാമത് എന്നുള്ളത് ഇവിടെ നടക്കുന്ന മേജർ കൺസ്ട്രക്ഷൻസിലൊക്കെ ഭൂരിഭാഗവും വിദേശത്തുള്ള ആളുകൾ മലയാളികളുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൊണ്ട് അവർ സ്വന്തമായിട്ട് വീട് പണിയുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ അവരുടെ പൈസ നന്നായിട്ട് സ്പെൻഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഫ്ലാറ്റ് ഇൻഡസ്ട്രിയിൽ അവരാണ് ഒരു മേജർ ചങ്ക് ഓഫ് പ്രീമിയം തൊട്ട് ബജറ്റ് ഫ്ലാറ്റുകൾ വരെ കൂടുതലും വാങ്ങുന്നത്. സാധാരണ നമ്മുടെ ഇവിടെ താമസിക്കുന്ന ആളുകൾ അത് വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ അവർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ടും ഒക്കെ കണക്കാക്കുന്നതാണ്. അപ്പോൾ ഈ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ജോബിൻ്റെ ഒരു ചെയിൻ ഓഫ് ഇതുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. പല പല മേഖലകളിൽ ഡയറക്റ്റും ഇൻഡയറക്റ്റും എംപ്ലോയ്മെൻറ്റ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഫ്ലാറ്റിൻ്റെ സെയിൽ കുറഞ്ഞാൽ കൺസ്ട്രക്ഷൻ ഡിലേ ആകും. കൺസ്ട്രക്ഷൻ ഡിലേ ആയ പ്രോജക്റ്റുകൾ അവർ ചിലപ്പം തൽക്കാലം ഇതാക്കുക. അങ്ങനെ വരികയാണെങ്കിൽ ആ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഇല്ലാതാകും. ഇവിടെ തന്നെ ആളുകൾക്ക് പണിയില്ലാതാവുന്ന ഒരു ഘട്ടത്തിലേക്ക് വരും. സെയിൽസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ റീറ്റെയിൽ ഇൻഡസ്ട്രിയിൽ ഈ നമ്മുടെ കച്ചവട സ്ഥാപനങ്ങളിലെ കച്ചവടമൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റിലേക്ക് വരുന്ന റവന്യൂവിനെയൊക്കെ ബാധിക്കും. അപ്പം പിന്നെ ഉള്ളത് ബാങ്കുകൾക്കുള്ള ഫണ്ടിൻ്റെ ഒരു ഷോർട്ടേജ് വരും. അവർക്കിവിടെ ബിസിനസ് കമ്മ്യൂണിറ്റീനെ വായ്പകൾ കൊടുത്തൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെ ഒരു മുരടിപ്പിലേക്ക് തന്നെയായിരിക്കും അതും റെമിറ്റൻസ് ഒരു പരിധി വിട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകാനുള്ള സാധ്യത.